ഇതാണ് അലക്സും ഗ്രേസും. അലക്സ് ഒരു മുതിർന്ന കുടുംബത്തിലെ പൗരനാണ്. അവൻ ഗ്രേസിനെ ഇഷ്ടപ്പെട്ട് പ്രണയത്തിലാണ് നിലവിൽ. അവൻ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നിലവിൽ കുടുംബത്തിലെ ചില ആചാരങ്ങൾ കാരണം തന്നെ അവൻ കുടുംബത്തിൽ നിന്ന് അല്പം അകന്നാണ് നിൽക്കുന്നത്. ഈ വിവാഹത്തോടെ അവർ വീണ്ടും കുടുംബത്തിലേക്ക് ഒന്നിക്കണമെന്നാണ് ഇരുവരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് അവർ ഇരുവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രേസ് അവനോട് പറയുകയാണ്, നിൻ്റെ അച്ഛന് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിൻ്റെ പണത്തെ മോഹിച്ചാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതെന്നാണ് അയാളെ മുഖത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ പലപ്പോഴും അച്ഛൻ്റെ മുഖഭാവം തന്നെ അങ്ങനെയാണെന്നെല്ലാം പറയുന്നു. അവൾ പറയുന്നു, എനിക്ക് നിൻ്റെ ഫാമിലിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം പൊരുത്തം വാങ്ങി അവിടെ തന്നെ നിൽക്കണമെന്ന്. അങ്ങനെ പറയുന്നതിനിടെയാണ് നമ്മുടെ അലക്സിൻ്റെ ബ്രദറായിട്ടുള്ള ഡാനിയൽ കയറി വരുന്നത്. ഏട്ടാ മരത്തലയാ, നീ ഇന്ന് വിവാഹം കഴിക്കാൻ പോവുകയാണല്ലേ എന്നൊക്കെ പറയുന്നു. അവൻ അലക്സുമായി തമാശ പങ്കിടുന്നു. നിങ്ങളെല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അവിടേക്ക് വരൂ, നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നു. അങ്ങനെ അവർ താഴെ വിവാഹ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മുടെ അലക്സിൻ്റെ അച്ഛൻ പറയുകയാണ്, അവന് ഇതിനേക്കാളും നല്ല സുന്ദരിയെ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ ഡാനിയൽ പറയുകയാണ്, നിങ്ങൾക്ക് അവനോട് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന്. ഇതിനിടയ്ക്ക് അലക്സിൻ്റെ അമ്മ അവളെ കാണാൻ വരുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകുന്നു എന്നെല്ലാം. നീ ഒരു പാവപ്പെട്ട ഫാമിലിയിലാണ്, അപ്പോൾ ഇവിടെ കുറച്ച് പരിഗണനയൊക്കെ കുറയുന്നത് പോലെ തോന്നും. എനിക്കും അങ്ങനെയായിരുന്നു, പക്ഷെ ഞാൻ നെഞ്ചും വിരിച്ചാണ് എല്ലാം നേരിട്ടതെന്ന് അവൾ പറയുന്നു. അവൻ്റെ അമ്മ പറയുന്നു. അത് കേട്ട് അവൾ ഏറെ സന്തോഷിക്കുന്നു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തുന്നു. ആദ്യ രാത്രിയിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതിനിടെ നമ്മുടെ നായികയായ ഗ്രേസ് അവനെ ചുംബിക്കുന്നു. ഇതിനിടയിൽ പെട്ടെന്നാണ് അവിടെയുള്ള ഗൃഹനാഥ കയറി വന്ന് എന്തോ എടുത്ത് അവളെ എറിയുന്നത്. അവൾ ശരിക്കും ഷോക്കായി പോകുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് അങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ നായകനായ അലക്സ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഗൃഹനാഥയോട് പറയുകയാണ്, ഞങ്ങൾ ഒളിച്ചു പോകാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ആ ഗൃഹനാഥ പറയുകയാണ്, നിങ്ങളെ എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നു, വേഗം അവിടേക്ക് എത്തണം, എന്നിട്ട് കാര്യങ്ങൾ തുടങ്ങണമെന്ന്. അപ്പോൾ നായികയായ ഗ്രേസ് ഉടനെ തന്നെ ചോദിക്കുകയാണ്, ആരാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്, എന്തിനാണത്? അപ്പോൾ നായകൻ പറയുകയാണ്, ഇതാണ് കുറച്ച് നേരമായി നിന്നോട് പറയാൻ ശ്രമിക്കുന്നത്. നീ ഇന്ന് അർദ്ധരാത്രി ഒരു ഗെയിം കളിക്കേണ്ടി വരും. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ പുതുതായി വന്നാൽ അയാൾ ഗെയിം കളിക്കണം. എന്താണ് കളി എന്നവൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, നീ ഒരു കാർഡ് എടുക്കേണ്ടി വരും, അതിലെന്താണുള്ളത് അതാണ് നമ്മുടെ ഗെയിം. നായകൻ പറയുകയാണ്, ഇതൊരു പൊട്ടത്തരമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് ചെയ്യണം. അപ്പോൾ അവൾ പറയുകയാണ്, ഇതൊക്കെ ഒരു വിചിത്രമായ കാര്യമായി എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ കളിക്കുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ നായകൻ പറയുകയാണ്, ഞങ്ങൾ വിവാഹത്തേക്കാൾ ഏറ്റവും നിർബന്ധമായത് ഞങ്ങളുടെ ഫാമിലിക്ക് ഈ ഗെയിമാണ്. ഞങ്ങളുടെ മുൻ തലമുറ പണമെല്ലാം ഉണ്ടാക്കിയത് ഇതിലൂടെ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഗെയിം കളിച്ച് വിജയിക്കണമെന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഇല്ല, നീ ഒന്ന് കളിച്ച് തോറ്റാലും കുഴപ്പമില്ല, ഒന്ന് കളിച്ചാൽ മതി എന്നവൻ പറയുന്നു. അപ്പോൾ കളിച്ചാൽ എന്താകുമെന്ന് അവൾ പറയുമ്പോൾ അവൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ കുടുംബത്തിലെ ഒരംഗമായി തീരും. ഗെയിമിന് ഞാൻ റെഡിയാണ്, ഞാനൊന്ന് കുളിച്ച് മുഖഭാവമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയുന്നു. അലക്സ് പറയുന്നു, എന്നാൽ താഴോട്ട് വാ. അങ്ങനെ നായിക അവിടെ എത്തുന്നു, താഴെയുള്ള മ്യൂസിക് റൂമിൽ. ഇതിനിടെ പലരുമായി വർത്തമാനം പറയുന്നു. ഇതിനിടെ നമ്മുടെ കഥയിലെ ഒരു മെയിൻ ക്യാരക്ടറായ ഫിറ്റ്സ് കടന്നു വരുന്നു. ഹായ്, ഞാൻ ഫിറ്റ്സ്. എന്നിട്ട് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം എല്ലാവരും റൂമിലോട്ട് കയറിയിരിക്കുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ നായിക മറുപടി പറയുകയാണ്, അത് ഏത് ഗെയിമാണെന്നതിനെ ആശ്രയിച്ചിരിക്കും. അടിപൊളി ഗെയിമാണെങ്കിൽ ഞാൻ കളിക്കും, അതെനിക്കിഷ്ടമാണെന്ന് പറയും. ഡോംസ് കുടുംബത്തിൻ്റെ കഥ പറയാൻ അലക്സിൻ്റെ അച്ഛൻ തുടങ്ങുകയാണ്. അദ്ദേഹം അവളോട് പറയുകയാണ്, എൻ്റെ മുത്തച്ഛൻ വിക്ടർ ആദ്യം ഒരു പ്ലേയിങ് കാർഡ് നിർമ്മിക്കാൻ വേണ്ടി അച്ചടിശാല തുടങ്ങിയതായിരുന്നു. അതവിടെ നിന്ന് ഇപ്പോൾ വളർന്ന് 4 പ്രൊഫഷണൽ ക്ലബ്ബുകളുണ്ട് നമുക്ക്, നമ്മളതിൻ്റെ ഓണർമാരാണ്. ഇതിന് പിന്നിലെല്ലാം ഒരു കാരണമുണ്ട്, നമ്മൾ ഈ വളരാൻ കാരണം ഈ ബോക്സാണ്, ഈ കാർഡാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഫാമിലിയിൽ പുതിയൊരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമ്പോൾ ഈ ബോക്സ് വെച്ച് ഒരു കാർഡ് ഗെയിം കളിക്കുന്നത്. അങ്ങനെ അയാൾ പറയുകയാണ്, ഞാനിതിലേക്കൊരു ശൂന്യമായ കാർഡിടും, എന്നിട്ട് അതിൽ എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ പുതിയ അതിഥിയായ ഗ്രേസ് ആണ്. ഈ ബോക്സ് പറഞ്ഞു തരും ഏതാണ് ഗെയിമെന്ന്. അപ്പോൾ അടുത്തുള്ള മറ്റേ പെണ്ണ് പറയുകയാണ്, ഞാൻ വന്നത് എനിക്ക് കിട്ടിയത് ചെസ്സ് ഗെയിമാണെന്നാണ്. അപ്പോൾ എല്ലാവരും അത് ഓൾഡ് ഗെയിമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ നമ്മുടെ നായികയായ ഗ്രേസ് ആകട്ടെ, അവൾ കാർഡിൽ നിന്ന് ഒരു കാർഡ് പിക്ക് ചെയ്യുന്നു. അവൾ ചിരിച്ചുകൊണ്ട് ഞാൻ കാർഡ് എടുത്തു എന്ന് പറയുന്നു. എന്നാൽ അടുത്തുള്ളവരൊക്കെ ഏറെ ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള മുഖഭാവവുമായി ഇരിക്കുന്നത്.
നമ്മുടെ നായികയാകട്ടെ ഏറെ ചിരിച്ചുകൊണ്ടും എന്നിട്ട് അവിടെയുള്ള ഗൃഹനാഥ ചോദിക്കുകയാണ് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നു ഇതിൽ ഹൈഡ് ഓർ സീക്ക് എന്ന്. അപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും മുഖഭാവം തന്നെ മാറുന്നു. ഭർത്താവായ അലക്സ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ് ഹൈഡ് സീക്ക് തന്നെയാണോ അച്ഛ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ് അതേ, റോളിലൊരു മാറ്റവുമില്ല, അതാണ് നിയമം. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ ചോദിക്കുകയാണ് ആരാണ് ഒളിക്കേണ്ടത്, ആരാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ് നീയാണ് ഒളിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ഭർത്താവായ അലക്സ് പറയുകയാണ് നിന്നെ റൂമിൽ വെച്ചൊന്ന് കാണണമെന്ന് അവളോട് പതിയെ പറയുന്നു. അവൾ പറയുന്നു എനിക്ക് ആദ്യം കളിക്കണം, എന്നിട്ട് നമുക്ക് പിന്നെ കാണാമെന്ന്. ഗെയിമിന് മുന്നേ ഒരു ചെസ് എന്ന് പറഞ്ഞ് അവൾ ക്ലാസ്സിൽ ചെസ് അടിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരൊന്നും അതിന് തയ്യാറാകുന്നില്ല. മറ്റുള്ളവരുടെ മുഖത്തൊക്കെ ഒരു ഭയാനകമായ മുഖമാണ്. എന്നാൽ നായികയോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൾക്ക് കളിയുടെ എല്ലാ റോളും മനസ്സിലായില്ല. എന്നിട്ട് ഗ്രേസിന് റോള് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് വീട്ടിനുള്ളിൽ വേണമെങ്കിൽ എവിടെയും പോയി ഒളിക്കാം, ഞങ്ങൾ 100 വരെ എണ്ണും, എന്നിട്ട് ഞങ്ങൾ നിന്നെ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേസ് പറയുകയാണ് നിങ്ങൾക്കല്ലേ അത് കൂടുതൽ അഡ്വാൻറ്റേജ്. അപ്പോൾ അച്ഛൻ പറയുകയാണ് ഇല്ല, ഞങ്ങൾ ക്യാമറകളൊന്നും ഉപയോഗിക്കില്ല, ഞങ്ങൾ പഴയ കാലത്ത് എങ്ങനെയാണോ കളിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കളിക്കുക, ക്യാമറകളെല്ലാം ഓഫാക്കും. ഞാൻ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലല്ലേ എന്ന് അവൾ തമാശയോടെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട അലക്സിൻ്റെ അച്ഛൻ പറയുകയാണ് അല്ല, നാളെ രാവിലെ നേരം പുലരുന്നത് വരെ നീ ഒളിച്ചാൽ നീ വിജയിക്കും. അപ്പോൾ അത് കേട്ട് നമ്മുടെ നായികയായി ഗ്രേസ് ചിരിക്കുന്നു. അവളിതൊരു തമാശയായിട്ടാണ് കരുതിയത്, എന്നാൽ അയാൾ കാര്യത്തിലായിരുന്നു പറയുന്നത്. അങ്ങനെ ഗ്രേസ് ഗുഡ് ലക്ക്, നീ പോയാലുടനെ ഞങ്ങൾ എണ്ണാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് അവൾക്ക് ഗുഡ് ലക്കൊക്കെ നൽകിക്കൊണ്ട് അച്ഛൻ അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ആ ഡിസ്ക് ആണെങ്കിലോ ഒരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഡിസ്കും. അങ്ങനെ പാട്ട് ഓണാകുന്നു, അവർ എണ്ണാൻ തുടങ്ങുന്നു. ഗ്രേസ് ആണെങ്കിലോ ഒളിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അലക്സിൻ്റെയും ഡാനിയലിൻ്റെയും അച്ഛനാകട്ടെ അവിടെയുള്ള ആയുധങ്ങളെല്ലാം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള തോക്ക്, കത്തി, കടാര അങ്ങനെയുള്ള ആയുധങ്ങൾ എല്ലാവരുടെ കയ്യിലും ഓരോന്നായി ഏൽപ്പിക്കുന്നു. ഇതേ സമയമാകട്ടെ നല്ലൊരു സ്ഥലത്തിന് വേണ്ടി തിരഞ്ഞു നടക്കുകയാണ് നമ്മുടെ നായികയായ ഗ്രേസ്. ഡാനിയലൊക്കെ ആകട്ടെ ഏറെ ദുഃഖിതനായിക്കൊണ്ടാണ് ആ തോക്കെല്ലാം ഏറ്റുവാങ്ങുന്നത്. ഇതേ സമയം ഏറെ സങ്കടത്തോടെ തല കുനിച്ച് വിഷമത്തോടെ ഇരിക്കുന്ന നായകനായ അലക്സിനെ കാണാം. ഒന്നും ചെയ്യാനില്ല അലക്സിന്. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ ഓരോ ആയുധങ്ങൾ നൽകുകയാണ്. അങ്ങനെ നമ്മുടെ നായികയായ ഗ്രേസ് ആകട്ടെ ഒരു നല്ല അടിപൊളി സ്ഥലം തന്നെ ഒളിച്ചു നിൽക്കാൻ കണ്ടെത്തി. താഴോട്ടും അങ്ങോട്ടും ഇറങ്ങുന്ന ഒരു ചെറിയ ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറിയിരുന്നു അവൾ. കാരണം പുറത്തുനിന്ന് ആരും കാണില്ലെന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നു. ഒരു ചെറിയ കുടിസ് ലിഫ്റ്റായിരുന്നു അത്. കയ്യിൽ റാന്തലും പിന്നെ ആയുധങ്ങളും ഏന്തി അവളെ തിരയാൻ പോവുകയാണ്. ഭർത്താവായ അലക്സിനോട് അവൻ്റെ അമ്മ പറയുകയാണ് നീ അങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചാരിറ്റി എന്ന പെണ്ണിനോട് വാതിൽ സൂക്ഷിക്കണം, വാതിലൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ തിരയാൻ വേണ്ടി ആയുധങ്ങളുമായി ഇറങ്ങുകയാണ്. എന്നാൽ ഭർത്താവായ അലക്സ് ആ റൂമിൽ നിൽക്കുന്നില്ല. ആ റൂം വിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ വേണ്ടി അവൻ ഇറങ്ങുകയാണ്. അവരോട് എന്തോ ഒന്ന് പറയാൻ അവനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഓരോ സ്ഥലങ്ങളിലും കൃത്യമായി അന്വേഷിക്കുകയാണ് ആ തിരയുന്ന എല്ലാവരും. അങ്ങനെ നമ്മുടെ നായികയായ ഗ്രേസ് ആകട്ടെ ഒരുപാട് നേരം ആ ചെറിയ സ്ഥലമുള്ള ലിഫ്റ്റിൽ ഇരുന്നത് കൊണ്ട് തന്നെ അവൾ പറയുകയാണ് ഇത്രയൊക്കെ വിളിച്ചാൽ മതി, ഇനി ഞാൻ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് അവൾ ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇതേ സമയം ആരും കാണാതെ അലക്സ് പെട്ടെന്ന് തന്നെ അവളുടെ വായ പൊത്തിക്കൊണ്ട് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ നമ്മുടെ നായികയായ ഗ്രേസ് ആകട്ടെ അവനോട് പറയുകയാണ് നീ എന്താണ് ചെയ്യുന്നത്, ഞാൻ പേടിച്ച് ഇപ്പോൾ തന്നെ ഇതിൽ മുള്ളിപ്പോയേനെ എന്ന്. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. അതിനിടെ തന്നെ നമ്മളെ ഗ്രേസിനെ ആരോ വിളിക്കുന്നു. അത് കേട്ടവൻ നാശം ഇവിടെയും എത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പെട്ടെന്ന് തന്നെ ഒരു റൂമിലോട്ട് കയറ്റുന്നു. ജോർജി എന്ന് വിളിച്ചുകൊണ്ട് അവളെയും തിരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ റൂമിലോട്ട് വരുന്നു. എന്നിട്ട് എല്ലായിടത്തും തിരയുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ സ്ത്രീക്ക് വെടിയേൽക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഗ്രേസ് ആകട്ടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിനിടെ അവിടെയുള്ള ബന്ധുക്കളെല്ലാവരും അങ്ങോട്ട് വരുന്നു. അച്ഛാ, ഞാൻ അവളെ കൊന്നു എന്ന് പറയുന്നു എമിലി. എന്നാൽ ഇത് ക്ലാരയാണ് എമിലി. നീ അത്രയും വലിയ വെള്ള ഡ്രസ്സിട്ട നമ്മുടെ ഗ്രേസിന് പകരം ഈ കറുത്ത ഡ്രസ്സിട്ട ഇവളെയാണോ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഗ്രേസ് ആകട്ടെ ഞെട്ടിത്തരിക്കുന്നു. എന്നെ കൊല്ലാൻ ഇത്രയും ആയുധങ്ങളും ഏന്തിക്കൊണ്ടാണോ ഇവർ വരുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർ ആശ്ചര്യത്തോടെ ഭർത്താവായ അലക്സിൻ്റെ മുഖത്ത് നോക്കുന്നു. ഒരാൾ മരിച്ചില്ലേ എന്ന് ഡാനിയൽ പറയുന്നു. ഇതുകൊണ്ട് ഗെയിം അവസാനിച്ചില്ലേ എന്ന്. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥ പറയുകയാണ് ഇല്ല, പുതു മണവാട്ടി തന്നെ മരിക്കണം, അവൾ മരിച്ചാലേ ഈ ഗെയിം അവസാനിക്കുകയുള്ളൂ എന്ന് പറയുന്നു.
ഇത് കേട്ട് വീണ്ടും നമ്മുടെ നായിക ഷോക്കാവുകയാണ്. ഭർത്താവ് അലക്സ് പറയുകയാണ്, നീ പെട്ടിയും കിടക്കയും നിൻ്റെ ഫോണും എല്ലാം എടുത്ത് വേഗം ഇറങ്ങിക്കോ, നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അലക്സ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നീ എന്നെ ചതിക്കുകയായിരുന്നു, നീ ഇപ്പോൾ ഓടി രക്ഷപ്പെടാമെന്നൊക്കെ പറയുന്നു, ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ എന്ന് പറയുന്നു. അപ്പോൾ അലക്സ് പറയുകയാണ്, നീ അതിൽ നിന്ന് വലിച്ചെടുത്ത കാർഡ് ഏറ്റവും മോശം കാർഡാണ്. അതിൽ നിന്നെ അവർ ഈ സൂര്യോദയത്തിന് മുമ്പ് കൊന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് നിന്നെ എങ്ങനെയായാലും അവർ കൊല്ലുമെന്ന് പറയുന്നു. നമ്മുടെ ഗ്രേസ് ആകട്ടെ ഇതെല്ലാം അറിഞ്ഞ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ ഇന്ന് സൂര്യോദയത്തിന് മുമ്പ് നിന്നെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനും അവരെപ്പോൾ കൂടണം, എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാം. കാരണം ഇവിടെയുള്ള എല്ലാ ഡോറുകളും ലോക്കാണെന്ന് അവൻ അവളോട് പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, ഈ ഗെയിം ഈ കാർഡിലുള്ളത് നിനക്കറിയില്ലേ എന്ന്, നീ എന്തിനാണ് എന്നെ ബലി കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറുപ്പം മുതൽ ഇതുവരെ ഈ കാർഡ് ആരും എടുത്തിട്ടേ ഗെയിമുള്ളത് അറിഞ്ഞാലും ഇതുവരെ ഞാൻ ഇത് കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് കരുതുന്നു പോലുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവർക്ക് ഭ്രാന്താണെന്ന് അലക്സ് പറയുകയാണ്. പക്ഷെ നീ എന്നെ വിശ്വസിച്ചേ തീരൂ, നമ്മൾ ഗെയിം കളിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരണപ്പെടും. ഇത് തന്നെയാണ് എൻ്റെ അമ്മാവന് സംഭവിച്ചതും. അദ്ദേഹം ഗെയിം കളിക്കാൻ തയ്യാറായില്ല, പിറ്റേന്ന് രാവിലെ അദ്ദേഹം മരിച്ചതാണ് ഞങ്ങൾ കണ്ടത്. നീ എന്നെ ചതിച്ചതാണ്, നിൻ്റെ ഒരു ഭ്രാന്തൻ കുടുംബമാണ്, എന്തൊരു കൊലയാളി കുടുംബമാണിത്. നീ എന്നോട് ഇതിനു മുമ്പ് ഇത്രയും വലിയ നാശം പിടിച്ച കുടുംബമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നീയാണ് ചതിയൻ എന്നൊക്കെ അവൾ പറയുകയാണ്. എന്തുകൊണ്ട് ഇതെന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമായിരുന്നു, ഞാൻ നിന്നെ എങ്ങനെയായാലും രക്ഷിക്കുമെന്ന് അലക്സ് അവളോട് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, നീ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ അവിടെ ലോക്കർ റൂമിൽ പോയി ലോക്കുകളെല്ലാം തുറക്കാം, നീ അതുകൊണ്ട് പതിയെ നീ അടുക്കള വഴി പുറത്തേക്ക് കടക്കണം, പോകുമ്പോൾ ഭിത്തിയുടെ മറ ഉപയോഗിച്ച് പോകണം, നിന്നെ അവർ ഒരിക്കലും കാണരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് അവൾക്കൊരു ചുമനവും നൽകി പോവുകയാണ്. ഗ്രേസ് അവിടെ നിന്ന് പോകുന്നതിനിടെ തന്നെ അവരുടെ മുൻപിൽ പെടുന്നു. പക്ഷേ വെടിയുണ്ടകൾ കൊള്ളാതെ അവൾ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു റൂമിലെത്തുന്നു. അവിടെ നിന്ന് അവൾ പോലീസിനൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫോണൊക്കെ ഓഫാണ്. പിന്നീട് അലക്സിൻ്റെ അനിയനായ ഡാനിയൽ അങ്ങോട്ട് കയറി വരുന്നു. ഇത് കണ്ട് അവൾ ഭയക്കുന്നു, എന്നെ കൊല്ലരുത് എന്ന് പറയുന്നു. അപ്പോൾ ഡാനിയൽ പറയുന്നു, ഞാനൊരു പെഗ്ഗടിക്കാൻ വന്നതാണ്. ഡാനിയൽ അവളോട് പറയുകയാണ്, പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കവരെ വിളിക്കേണ്ടി വരും, അല്ലാതെ എനിക്കൊരു വഴിയുമില്ല എന്ന് പറയുന്നു. വേണ്ട ഡാനിയൽ, നീ എന്നെ സഹായിക്കുക എന്ന് അവൾ പറയുന്നു. അപ്പോൾ ഡാനിയൽ പറയുകയാണ്, നിൻ്റെതോ നല്ലതിനാണ് ഞാൻ പറയുന്നത്, നീയോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരുമോ മരിക്കും, അതുകൊണ്ട് ഇത് ചെയ്യൽ നിർബന്ധമാണ്, ഞാൻ നിന്നെ സഹായിച്ചാൽ അതിലിവിടെയുള്ള എല്ലാവരുടെയും മരണത്തിന് കാരണമാകുമെന്നെല്ലാം ഡാനിയൽ പറയുകയാണ്. എന്നിട്ട് ഡാനിയൽ പറയുകയാണ്, ഞാൻ നിനക്ക് 10 സെക്കൻഡ് സമയം തരാം, നീ വേഗം പോയി ഒളിച്ചോ, എന്നിട്ടാണ് ഞാൻ അവരെ വിളിക്കുകയുള്ളൂ എന്ന്. വേണ്ട ഡാനിയൽ എന്നവൾ പറയുന്നു. എന്നിട്ട് അവൻ ഒന്നിയും എണ്ണുമ്പോഴേക്കും അവൾ വേഗം ഒളിക്കാൻ പോകുന്നു. ഡാനിയലിൻ്റെ വിളി കേട്ട് എല്ലാവരും അവിടെ എത്തുന്നു, പക്ഷേ അവളവിടെ കാണുവാനില്ല. അപ്പോൾ ഡാനിയൽ പറയുന്നു, അവൾ ജസ്റ്റ് എൻ്റെ നിന്ന് മിസ്സായി എന്ന്. അങ്ങനെ ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗ്രേസ് ആകട്ടെ ഒരു തോക്ക് കാണുകയാണ്. ഉടൻ തന്നെ അവൾ അതെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ബുള്ളറ്റുമുണ്ട്. ഉടനെ തന്നെ അവൾ റൂമിൽ കയറി ഡോർ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ബുള്ളറ്റില്ലാത്തതിനാൽ തന്നെ അത് ഷൂട്ടാകുന്നില്ല. അങ്ങനെ അതിനിടെയാണ് ആ റൂമിലേക്ക് മറ്റൊരാൾ കയറി വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ഒളിക്കുന്നു. അയാൾക്ക് ഒട്ടും സംശയം തോന്നാത്ത രീതിയിൽ അവൾ പലപ്പോഴായി ആ ഡെസ്കിനിടയിൽ ഒളിക്കുന്നു. എന്നിട്ട് പതിയെ തൻ്റെ കഴുത്തിലിരിക്കുന്ന ആ ബുള്ളറ്റ് അതിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ ശബ്ദം കേട്ട് അയാൾ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ അവിടെ ഒഴിഞ്ഞു മാറുന്നു. അയാൾ ക്യാമറയുടെ കൺട്രോൾ റൂമിലേക്ക് പോകുന്നതിനിടെ അവൾ തോക്കുമായി അയാളെ ചുണ്ടുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അയാൾ തിരിയുന്നു. എന്നിട്ട് പറയുന്നു, നിനക്ക് പറ്റില്ലടി എന്ന്. ഇവിടെയുള്ള തോക്കുകളെല്ലാം വെറും അലങ്കാരത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. അവൾ എങ്ങനെയോ അയാളെ ഒരു ഗ്ലാസ് കൊണ്ട് തലക്കടിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്നു. ഈ സമയത്ത് അലക്സ് ആകട്ടെ ക്യാമറയുടെ കൺട്രോളുകൾ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഡാനിയലും കൂടെ മറ്റേയാളും കയറി വരുന്നത്. നമ്മുടെ അലക്സിന് ദേഷ്യം വന്നിട്ട് അയാളെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, തൻ്റെ ഭാര്യയെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഡാനിയൽ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്, അയാളെ വിടൂ എന്ന്. അങ്ങനെ ഡാനിയൽ സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് അയാൾ പിന്നിൽ നിന്ന് അലക്സിനെ അടിക്കുന്നു. അലക്സ് വീണ്ടും ബോധരഹിതനാകുന്നു. അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, നമ്മൾ പുറത്തുള്ള വാതിലുകൾക്കൊക്കെ കാവൽ നിൽക്കണമെന്ന് അവർ പറയുകയാണ്. എല്ലാം അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. ഗ്രേസ് ആകട്ടെ വീട്ടിനകത്ത് നിന്ന് പതിയെ പുറത്തേക്ക് ചാടുന്നു. എങ്ങനെയെങ്കിലും ഈ ക്യാമ്പൗണ്ട് വിട്ട് പുറത്തു പോകണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്നു. അവിടെയൊക്കെ ആളുകളുള്ളത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ അവിടെ കാണുന്ന അവരുടെ ലോക്കർ റൂമിലേക്ക് കയറുന്നു.
അവിടെ പഴയ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട ഒരു പഴയ റൂമായിരുന്നു. അവിടേക്ക് കയറുന്നു. ഈ സമയത്ത് അവൾ പെട്ടെന്ന് നമ്മുടെ ഡാനിയലിൻ്റെ മകനെ കാണുന്നു. ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുന്നു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഡാനിയലിൻ്റെ മകൻ ചെയ്തതാകട്ടെ അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവൻ്റെ പക്കലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അവൾ വെടിവെക്കുന്നു. നായികയായ ഗ്രേസിൻ്റെ കൈ തുളഞ്ഞുകൊണ്ട് പോകുന്നു. ദേഷ്യത്താൽ തന്നെ നായിക ഒരുപാട് തെറി പറയുന്നു. ഉടനെ തന്നെ അവൻ്റെ തലക്കടിച്ചുകൊണ്ട് അവനെ ബോധരഹിതനാക്കുന്നു. പക്ഷേ ഇതിനിടെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആടിനെ കണ്ടുകൊണ്ട് നായിക പിന്നിലുള്ള ഒരു കുഴിയിലേക്ക് ചാടുന്നു. അവിടെയാകട്ടെ ഭയാനകമായതായിരുന്നു അവളെ കാത്തിരുന്നത്. അവിടെ മുമ്പ് മരിച്ചിരുന്ന പല ആളുകളുടെയും തലയോട്ടികൾ അവിടെയുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ചിരിക്കുകയാണ് നായികയായ ഗ്രേസ്. വയ്യാത്ത കൈയുപയോഗിച്ച് എങ്ങനെയോ അവൾ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെയുള്ള വീടിൻ്റെ ഭീമാകാരമായ ഗേറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ മറികടക്കാനുള്ള ശ്രമം അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ജീവന് വേണ്ടി എങ്ങനെയെങ്കിലും പുറത്തെത്തണം. പക്ഷേ എങ്ങനെ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഒടുവിൽ അതിൻ്റെ ഒരു കമ്പി അവൾ ഊരിയെടുക്കുന്നു. എന്നിട്ട് അവളുടെ ശരീരത്തിൻ്റെ വേദന പോലും മറന്ന് ആ കമ്പി അവളുടെ ശരീരത്തിൽ തുളച്ച് കയറിയിട്ട് പോലും അവൾ പതിയെ റോട്ടിലേക്ക് കടക്കുന്നു. ആ വീടിൻ്റെ ഗേറ്റ് മറികടന്ന് റോഡിലെത്തുന്നു. എന്നിട്ട് ആരും കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള കാട്ടിലേക്ക് മറയുന്നു. ഇതോടുകൂടി തന്നെ ഗേറ്റിൻ്റെ അവിടെയുള്ള അവളുടെ വസ്ത്രത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് അവർ പറയുകയാണ് അവൾ കാട്ടിലേക്ക് മുങ്ങിയെന്ന്. ഇതെല്ലാം കേട്ട് നമ്മൾ ഡാനിയൽ പറയുകയാണ്, ഇത് വളരെ രസമുള്ള കളിയായി പോയല്ലോ. അവൾക്ക് കിട്ടിയ വിവാഹ സമ്മാനങ്ങളെല്ലാം നമുക്ക് നാളെ വീതിച്ചെടുക്കാമെന്ന്. ഇത് കണ്ട് അവൻ്റെ അച്ഛൻ അവൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇതൊക്കെ ഒരു കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ചത്? നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവളെ നമ്മൾ കൊന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു പോകുമെന്ന് പറയുന്നു. ഈ സമയത്താകട്ടെ അലക്സ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അവനെ ബന്ധിപ്പിച്ചതായിരുന്നു. അതിനിടെ അവൻ പതിയെ അവൻ്റെ ആ വിലങ്ങ് അയക്കാനുള്ള ശ്രമത്തിലാണ്. നായികയായ ഗ്രേസ് ആകട്ടെ വേഗം കാട്ടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടെയാണ് അവിടെയുള്ള ആ വ്യക്തിയുടെ മുന്നിൽ പോയി വീണ്ടും പെടുന്നത്. അയാൾ കാറിടിച്ച് അവളെ കൊല്ലാൻ നോക്കുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. വീണ്ടും അയാൾ അവളെ ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ച് അയാളുടെ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾക്ക് ജീവനുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് അയാളുടെ കാറെടുത്ത് ഓടി രക്ഷപ്പെടുന്നു. എന്നിട്ട് കാറിലുണ്ടായിരുന്ന ആ സേഫ്റ്റി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവൾ പോലീസിലേക്ക് വിളിക്കുകയാണ്. ആ പോലീസിനോട് പറയുകയാണ്, ഞാനിവിടെ പെട്ടിരിക്കുകയാണ്, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നെ പെട്ടെന്ന് രക്ഷിക്കൂ എന്ന്. അപ്പോൾ പോലീസ് പറയുകയാണ്, നിങ്ങൾ വിളിക്കുന്ന ഈ കാറിൻ്റെ നമ്പറിൽ മിസ്സിംഗ് ആയതിന് പരാതിയുണ്ട്, നിങ്ങൾക്കിനി കാർ ഓട്ടാനോ മൂവ് ചെയ്യിക്കാനോ സാധിക്കില്ലെന്ന്. അങ്ങനെ കാർ അവിടെ നിൽക്കുകയാണ്. ആരിൽ നിന്നാണോ കാർ തട്ടിയെടുത്തത് അയാൾ തന്നെ വീണ്ടും അവിടേക്ക് വരുന്നു. എന്നിട്ട് അവൾക്കൊരു മയക്കുവെടി നൽകുന്നു. എന്നിട്ട് അവളെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഗ്രേസ് ആകട്ടെ പെട്ടെന്ന് തന്നെ അയാളെ പിന്നിൽ നിന്ന് ചവിട്ടുന്നു. അങ്ങനെ കാർ ആക്സിഡൻ്റ് ആകുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് ഗ്രേസിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മറ്റേയാളാകട്ടെ മരിച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷപ്പെട്ട അവൾ ഉടനെ തന്നെ കാണുന്നത് ഡാനിയലിനെയാണ്. ഡാനിയൽ പറയുന്നു, എനിക്കൊരു തൊയ്ര്യം നിങ്ങൾ തരില്ലേ? ഞാൻ അവിടെ നിന്ന് അതൊന്നും കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. വീണ്ടും എൻ്റെ സമാധാനം കളഞ്ഞതിന് നന്ദി എന്ന് പറയുകയാണ് ഡാനിയൽ. ഈ സമയത്ത് ഗ്രേസ് പറയുകയാണ്, ഡാനിയൽ നീ എന്നെ കൊല്ലരുത്, എനിക്ക് ജീവിക്കണം, നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഡാനിയലും പറയുകയാണ്, ഇല്ല ഞാൻ നിന്നെ കൊല്ലുകയില്ല എന്ന്. നീ എന്നെ കൊല്ലരുത്. ഡാനിയലും അത് വെറുക്കും. നീ ഡാനിയലിനെ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡാനിയലിന് അവളെ കൊല്ലാനും ആഗ്രഹമില്ല. കാരണം അവൻ അങ്ങനെയുള്ള മനസ്സിൽപ്പെട്ടവനല്ല. അങ്ങനെ അവൻ പതിയെ അവളുടെ അടുത്തെത്തി തോക്കുപയോഗിച്ച് അവളുടെ ബോധം നഷ്ടപ്പെടുത്തുന്നു. ഈ സമയത്താകട്ടെ ഡാനിയലിൻ്റെ അച്ഛൻ വരികയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ നമ്മുടെ പക്ഷത്ത് തന്നെയാണില്ലേ എന്ന്. നീ അവളുടെ ബോധം കെടുത്തി, നീ നല്ലവനാണെന്ന്. അയാളുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഡാനിയൽ അങ്ങനെ ചെയ്തത്. എന്നാൽ ഈ സമയത്ത് വീട്ടിൽ അലക്സ് ആകട്ടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഗ്രേസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് അവൻ്റെ അമ്മ അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ ചോദിക്കുന്നു, ഗ്രേസ് എവിടെയെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, അവൾക്ക് തീരെ സുഖമില്ല, അവളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, എനിക്കും അവളെ കൊല്ലണമെന്ന ആഗ്രഹമൊന്നുമില്ല, അവളെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവൻ നോക്കാൻ ആ ഒരു ജീവൻ കൊടുത്തേ മതിയാകൂ എന്ന് ആ അമ്മ പറയുകയാണ്. ഈ
ഈ സമയത്താകട്ടെ ഗ്രേസിനെ കൈയും കാലും എല്ലാം ബന്ധിപ്പിച്ച് ഒരു മേശപ്പുറത്ത് കിടത്തിയിരിക്കുകയാണ്. അവളെ ഏത് നിമിഷവും കൊല്ലാം. അതിനു മുമ്പ് അവർ ഓരോ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നു. എന്നിട്ട് എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് പതിയെ കുറച്ച് വെള്ളം കുടിക്കുന്നു. എന്നിട്ട് അത് ഓരോരുത്തർക്കായി ഇങ്ങനെ കൈമാറി പോരുന്നു. ഈ സമയത്താണെങ്കിലോ ഗ്രേസ് ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. അവളെ കൊല്ലാൻ വേണ്ടി കത്തി ഉയർത്തി പിടിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ചോര ഛർദ്ദിക്കുന്നു. ഗൃഹനാഥ പറയുകയാണ് വിഷം കലർന്നിട്ടുണ്ടെന്ന്. നമ്മുടെ ഡാനിയേൽ തന്നെയാണ് വിഷം കലർത്തിയത്. എന്നിട്ട് ഡാനിയേൽ വേഗം അവളെ കെട്ടയച്ച് രക്ഷപ്പെടുത്തുകയാണ്. ഡാനിയേൽ വിളിച്ചു പറയുകയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ആരും ജീവനൊന്നും പോകില്ല എന്ന്. രക്ഷപ്പെട്ട അവൾ പറയുകയാണ് ഡാനിയേലിനോട്, എനിക്കറിയാമായിരുന്നു നീ എന്നെ രക്ഷിക്കുമെന്ന്. ഡാനിയേൽ പറയുകയായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും ഒരു ദിവസം തകർത്തെറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഡാനിയേൽ അവളോട് പറയുന്നു. എന്നാൽ അവളെ രക്ഷിക്കുന്നതിനിടെ ചാരിറ്റി വരുന്നു, അതായത് നമ്മുടെ ഡാനിയേലിൻ്റെ ഭാര്യ. എന്നിട്ട് അവനോട് പറയുകയാണ് നീ അവളെ രക്ഷിക്കാൻ പോവുകയാണോ? ഞാൻ ചത്താലും നിനക്ക് പ്രശ്നമില്ല, നീ അവളെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെടി വെക്കുകയാണ്. അതാണെങ്കിലോ ഡാനിയേലിൻ്റെ കഴുത്തിന് തന്നെ വെടിയേൽക്കുന്നു. ഡാനിയേൽ പിടയുന്നു. ഇത് കണ്ട് ദേഷ്യം കയറിയ ഗ്രേസ് ആകട്ടെ അവൻ്റെ ഭാര്യയെ തലക്കടിച്ച് നിലത്തിടുന്നു. എന്നിട്ട് ഗ്രേസ് ഡാനിയേൽ എന്ന് വിളിക്കുന്നു. ഡാനിയേൽ ഉടനെ തന്നെ നീ വേഗം പോ എന്ന് പറയുന്നു. അവൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവിടുന്ന് പോകുന്നു. വേഗം ഓടി ഗ്രേസ് ആകട്ടെ അവിടുത്തെ മെയിൻ ഹാളിൽ തീയിടുന്നു. ഗ്രേസിനെ രക്ഷിക്കാൻ വന്ന അലക്സ് കാണുന്നതാകട്ടെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഡാനിയേലിനെയാണ്. അവൻ ഡാനിയേൽ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുന്നു. എന്നിട്ട് അവനാകെ സങ്കടം വരുന്നു. കാരണം തൻ്റെ കൂടെ പിറപ്പാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത്. ഗ്രേസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അലക്സിൻ്റെയും ഡാനിയലിൻ്റെയും അമ്മയുടെ മുന്നിൽപ്പെട്ട് ചെന്നുപെടുന്നു. എന്നിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. കയ്യിൽ കിട്ടിയ എന്തോ സാധനമെടുത്ത് ഗ്രേസ് അവരുടെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു. കയ്യിൽ കിട്ടിയ ബോക്സ് ഉപയോഗിച്ച് നിൻ്റെ ഒരു ഊബിയ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് തച്ച് അവളെ കൊല്ലുന്നു. പക്ഷേ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു നമ്മുടെ അലക്സ്. അവനും ഷോക്കാകുന്നു. അവൻ കരുതിയത് ഡാനിയലിനെയും ഗ്രേസ് തന്നെയാണ് കൊന്നതെന്നാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞെട്ടിച്ചരിച്ച് നിൽക്കുന്ന അലക്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അലക്സ് പതിയെ അവളുടെ അടുത്തേക്ക് വരികയാണ്. അവൾ പേടിച്ചുകൊണ്ട് ബാക്കോട്ടും. അങ്ങനെ അലക്സിനോട് അവൾ പറയുകയാണ് എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാനും ക്ഷമിച്ചു എന്ന് അലക്സ് പറയുകയാണ്. കൂടെ ഡാനിയേൽ മരിച്ചു എന്നും അവളോട് പറയുന്നു. ഇതിന് ശേഷം നീ എന്നോടൊപ്പം ഉണ്ടാവില്ലേ എന്ന് അലക്സ് ചോദിക്കുന്നു. എന്നിട്ട് അവളെ തലോടുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അലക്സ് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് അവളെ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു. ഈ സമയത്ത് എല്ലാവരും അവിടെ തടിച്ചുകൂടി അലക്സിനെ അഭിനന്ദിക്കുന്നു. നീ ഞങ്ങളുടെ മകൻ തന്നെ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവർ പറയുന്നു സൂര്യൻ ഉദിക്കാറായി, പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു വെക്കുന്നു. കാലും കൈയുമെല്ലാം പിടിച്ചതിന് ശേഷം അവളെ കിടത്തുന്നു. എന്നിട്ട് അവളെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. സമയം ഇനി കുറഞ്ഞത് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവസാന നിമിഷം അവൾ വീണ്ടും രക്ഷപ്പെടുന്നു. പക്ഷേ രക്ഷപ്പെട്ട ഉടനെ തന്നെ സൂര്യൻ ഉദിച്ചതായി അവർ മനസ്സിലാക്കുന്നു. അവരെല്ലാവരും നിശബ്ദരാകുന്നു. എന്നിട്ട് പറയുന്നു സൂര്യൻ ഉദിച്ചെന്ന്. അങ്ങനെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ അവരെല്ലാവരും ഭയത്തോടെ കണ്ണ് ചിമ്മുന്നു. കാരണം സൂര്യപ്രകാശം തട്ടിയാൽ അവർ അപ്പോൾ തന്നെ മരിച്ചു വീഴുമെന്നാണ് വിശ്വാസം. പക്ഷേ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ആരും മരിച്ചു വീണില്ലല്ലോ എന്ന് അവർ പരസ്പരം പറയുന്നു. ഇതിനിടെ അവിടെ മ്യൂസിക്കിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നു. അവർ ഓരോരുത്തരായി ചോരക്കളമായി അങ്ങനെ മരിച്ചു വീഴുന്നു. ഓരോ നിമിഷവും ഓരോരുത്തരായി. അവസാന നിമിഷം നമ്മുടെ അലക്സും മരിച്ചു വീഴുന്നു. അലക്സും ചോരക്കളമായി പോകുന്നു. അവൻ വിചാരിച്ചത് അവനാകില്ലെന്നാണ്. പക്ഷെ അവൻ വായയിൽ നിന്ന് പറഞ്ഞ ഉടനെ തന്നെ അവനും ചോരക്കളമായി മാറുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ചിരിക്കുകയാണ് നമ്മുടെ നായികയായ ഗ്രേസ്. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു.